നമുക്ക് കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ കാരണം കൊണ്ട് എൻ്റെ ഫാദറിന് കുറച്ച് മാനസിക വിഷമങ്ങളുണ്ടാവുകയും അദ്ദേഹം കുറച്ച് നാൾ എൻ്റെ വീട് വിട്ട് ഇറങ്ങി പോകുന്നൊരു സിറ്റുവേഷനൊക്കെ വന്നു. ഞങ്ങൾ പോലീസിലൊക്കെ കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തു. പക്ഷേ അറിവൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് നമ്മുടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു, കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 3 ദിവസം ആകുന്നതിന് മുമ്പ് എൻ്റെ ഫാദർ തിരിച്ച് വീട്ടിലെത്തി. എൻ്റെ ഫാദർ പറഞ്ഞൊരു കാര്യമുണ്ട്, മൾട്ടിപ്പിൾ ടൈംസ് പുള്ളിക്ക് സൂയിസൈഡ് ടെൻഡൻസി വന്നു. പക്ഷേ അതിലൊന്നും വീഴാതെ എൻ്റെ മാതാവ് എൻ്റെ ഫാദറിനെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് 3 ദിവസം ആകുന്നതിന് മുമ്പ് എത്തിച്ചു. ഫാദറിന് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ഉടമ്പടി എടുത്തു. ഇത് കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പം ഫാദറിന് വിശ്വാസം വന്നു. ഇന്ന് ഇപ്പോൾ ഇവിടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. ഉടമ്പടി എടുത്ത് ഇന്ന് 25 ലക്ഷം രൂപയോളം കടബാധ്യത ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ ഈ ജപ്തി നടപടി പോലത്തെ നിയമ നടപടികളൊക്കെ വന്ന പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ബാങ്കിൽ നിന്നൊക്കെ സാവകാശം കിട്ടുകയും അതുപോലെ ഒരു പ്രത്യാശ, കുറച്ച് ആൾക്കാർ നമ്മുടെ അച്ഛൻ്റെ ഫ്രണ്ട്സ് തന്നെ വേറെ രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ ഉള്ള രീതിയിലേക്കൊക്കെ മുമ്പോട്ട് വന്നു. അങ്ങനെ ഒരുപാട് കാര്യത്തിനകത്തുനിന്ന് ഒരുപാട് മരണത്തിൽ നിന്നെല്ലാം രക്ഷിച്ച് ഇന്നിവിടെ കൊണ്ട് എന്നെ ഇവിടെ നിർത്തിയ എൻ്റെ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി.